ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള മുസംബി ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണിത്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം. മുസംബി ജ്യൂസ് എടുക്കാൻ വേണ്ടി ഞാൻ 2 വലിയ മുസംബി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ തൊലിയും കുരുമൊക്കെ കളഞ്ഞൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മുസംബി ഇപ്പം ഞാൻ ഇതേപോലെ തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ കുരുവും കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിൽ ഇതിലേക്ക് ഞാൻ ടാങ്കും പൊടി ഇല്ലേ, ഓറഞ്ചിൻ്റെ തന്നെ സ്ക്വാഷിൻ്റെ, അത് ഞാൻ 1 സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതാണ്. പിന്നെ ഒരു 2 പീസ് അളവിൽ ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പാകത്തിന് പഞ്ചസാര ഇട്ട് നല്ലപോലെ കുറച്ച് വെള്ളമൊഴിച്ച് നല്ലപോലെ അടിച്ചെടുക്കുക. എന്നിട്ട് വീണ്ടും വെള്ളമൊഴിച്ച് ബാക്കിയുള്ളതും കൂടി അടിച്ചെടുക്കുക. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനൊരു 7 സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് നല്ല തണുത്ത വെള്ളം കേട്ടോ വേണ്ടത്. അപ്പോൾ നമുക്ക് തണുത്ത വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് നല്ലപോലെ അടിച്ചെടുക്കാം. അതിന് ശേഷം ബാക്കിയുള്ള വെള്ളവും കൂടി ഒഴിച്ച് നല്ലപോലെ അടിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള തണുത്ത വെള്ളവും കൂടി ഒഴിച്ചത് നല്ലപോലെ അടിച്ചെടുക്കാം. നല്ല തിക്കായി വന്നോളും. നമ്മളായ പൊടിയും കൂടിയും ചേർത്തേക്കണല്ലോ, അപ്പോൾ നല്ല തിക്കായിക്കോളും. നമുക്ക് ഇനി അടിച്ചെടുക്കാം. ബാക്കി വെള്ളം ഒഴിച്ച് നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിൽ ഒഴിച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. സിമ്പിളാണ് ചെയ്യാനുണ്ടോ. ഇത്രേ ഉള്ളൂ പരിപാടി. നമ്മളായ പൊടിയും കൂടിയും ചേർക്കുമ്പോൾ നല്ല കൊഴുപ്പും കിട്ടും. നല്ല തിക്കായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ മുസംബി ജ്യൂസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, ബൈ.